മണ്ണിനടിയിൽ നിന്നും വെള്ളം മുകളിലേക്ക് കയറിയിട്ട് ഭിത്തി പൊളിയാത്തവരായിട്ട് ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇല്ല. ഇതിന് പറ്റിയൊരു സൊല്യൂഷനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടാണ് ജിബിൻ. ഇദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പള്ളിക്കത്തോടൊരു വീട് കൺസ്ട്രക്ട് ചെയ്തു. ഇതിൽ അദ്ദേഹം അങ്ങനൊരു അതിന് പറ്റിയൊരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സക്സസ് ആണ്. അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ജിബിൻ പറഞ്ഞു തരും. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ വീടിന് ബേസിക്കലി പ്ലിന്ത് ഇല്ല. നമ്മളിതിൻ്റെ പ്ലാസ്റ്ററിങ് മുകളിൽ നിന്ന് താഴെ മണ്ണിലേക്ക് നേരിട്ട് പോയി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾക്ക് എപ്പോഴും ഈ മണ്ണിൽ നിന്ന് ഈ പ്ലാസ്റ്ററിങ്ങിനിടയിൽ കൂടെ വെള്ളം മുകളിലേക്ക് കയറി ഈ പെയിൻറ്റും പുട്ടിയും ഇളകി വരുന്നതാണ് ബേസിക് ആയിട്ടുള്ള എപ്പോഴും എല്ലായിടത്തും കാണുന്ന കംപ്ലൈൻറ്റ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ചെയ്തത് ഈ വീടിൻ്റെ ഫൗണ്ടേഷന് മേലുള്ള ബെൽറ്റിൻ്റെ ലെവലിൽ നമ്മളൊരു 5 mm ഗ്യാപ്പിൽ വീടിന് ചുറ്റും ഒരു ഗ്രൂ കട്ട് ചെയ്തു. ഓക്കെ, ആ ഗ്രൂവിനകത്ത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരിസ് വെച്ച് നമ്മൾ അത് കവർ ചെയ്യുകയും ഫില്ല് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഏറ്റവും ബേസ് റേഞ്ചിലുള്ള എമൽഷൻ അടിക്കുകയാണ്. ബ്രീത്തബിൾ ആയിട്ടുള്ള എമൽഷൻ. ഓക്കെ, ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. ബ്രീത്തബിൾ ആയിട്ടുള്ള എമൽഷനാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് അല്ലേ? മാസ്കിൻ ടേപ്പ് ഇവിടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ ഈ ഭിത്തിയുടെ മേളിലുള്ളതും താഴെയുള്ള എമൽഷനെയും സെപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള ഭിത്തിക്ക് ഒരു ബ്രീത്തിങ് ഉണ്ട്. നമ്മുടെ ഭിത്തികൾക്ക് എപ്പോഴും ബ്രീത്തിങ് വേണം. വെള്ളം മേളിൽ നിന്ന് വരുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ല, പക്ഷേ വരുന്ന വെള്ളം പുറത്തേക്ക് പോകണം. ഓക്കെ, അതിനുള്ളൊരു സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മേളിലോട്ട് കയറുകയോ ഭിത്തി പൊളിയുകയോ ഇതേവരെ ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമുക്ക് മഴയായിരുന്നു. എന്നിട്ടും ഇപ്പോഴും നിലവിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉള്ള വീടാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങളിതൊരു പരീക്ഷിക്കണം. അതായത് ഒരു വയറിങ്ങുകാരനെ നമ്മൾ വയറിങ്ങുകാരെ വെച്ചാൽ ചെയ്തൊന്നു അല്ലേ? കട്ട് ചെയ്യുന്ന ആരെങ്കിലും വയറിങ്ങുകാരെ കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്രൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കി. ദൈവം അനുഗ്രഹിച്ച് സക്സസ് ആയി. അപ്പോൾ നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ.